നമുക്കൊന്ന് ടൈഡ് കഫ് റഫിൾ സ്ലീവ് ചെയ്ത് നോക്കിയാലോ. സ്ലീവിന്റെ താഴത്ത് നമ്മൾ സാധാരണ എടുക്കുന്നതിലും 2-3 ഇഞ്ച് കൂടുതൽ എടുക്കാം. താഴെയുള്ള പടി എന്തോരമാണ് ആവശ്യം അതിന്റെ ഡബിൾ ആണ് എടുക്കേണ്ടത്. ഇതേപോലെ 1/4 ഇഞ്ചിന്റെ ഒരു ചെറിയ കട്ടിട്ട് കൊടുത്തതിന് ശേഷം അവിടെ രണ്ടിടത്ത് നമുക്ക് മടക്കി അടിക്കാം. ഈ ഭാഗമാണ് നമ്മുടെ കൈയുടെ ബാൻഡായിട്ട് വരുന്നത്. അത് മടക്കി അടിക്കേണ്ടതാണ്, അതുകൊണ്ടാണ് ഡബിൾ ആയിട്ട് എടുക്കാൻ പറഞ്ഞത്. അതിനുശേഷം ഇതേപോലെ ഉൾഭാഗം ഒരു 1/4 ഇഞ്ച് മടക്കിയതിന് ശേഷം ഇതിങ്ങനെ മടക്കി അടിച്ച് കൊടുക്കുക. കണ്ടില്ലേ, നമ്മുടെ എന്തോരമാണ് ബാൻഡ് വന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. ഇനി അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു 1/4 ഇഞ്ച് മാറ്റിയിട്ട് നമ്മൾ എത്രയാണോ അതിനകത്ത് ഇടുന്ന റിബണിൻ്റെ അളവ് അല്ലെങ്കിൽ നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ അളവ് അതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു ചെറിയൊരു ലൂപ്പ് പോലെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം കൈ അടിച്ച് നമ്മൾക്ക് ഇതേപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എന്താണ് ഇതിൻ്റെ അകത്ത് ഇടുന്നത് അതിൻ്റെ വീതി അനുസരിച്ച് വേണോട്ട് ഇവിടെ ലൂപ്പ് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഗോൾഡൻ കളറിലൊരു ത്രെഡാണ് ഇടുന്നത്. സെയിം ക്ലോത്തിന്റെ ഡോറി വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാട്ടെ, കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. കൈയുടെ ഫിറ്റിംഗ് അനുസരിച്ച് നമുക്കിത് വലിച്ചു കെട്ടി കൊടുക്കാം. നെറ്റിലോ ഷിഫോണിലോ ആണെങ്കിൽ ഇതിലും സൂപ്പർ ആയാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു സ്ലീവ് അല്ലേ. ഒന്ന് പരീക്ഷിച്ച് നോക്കണോ ടാപ്പ്. ഇതേപോലെ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇറ്റ്സ് മൈൻ ബൈ ഷാലി.